മുത്തുമണികളെ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ ആച്ചൂസിൻ്റെ ലഞ്ച് ബോക്സ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ലഞ്ച് ബോക്സിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് പപ്പായ മെഴുക്കുവരട്ടിയാണ്. പപ്പായ മെഴുക്കുവരട്ടിയും ചമ്മന്തിയുമാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് റാഗിയുടെ പുട്ടാണ്. അപ്പോൾ പപ്പായ മെഴുക്കുവരട്ടിയുടെ റെസിപ്പി നമുക്കൊന്ന് നോക്കാം. ആദ്യം പപ്പായ നന്നായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഉപ്പിട്ട് വേവിക്കാൻ വെക്കുക. പപ്പായ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ്. വെജിറ്റബിളായിട്ടും ഫ്രൂട്ട്സായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ സൂപ്പർ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ പപ്പായ അടുപ്പിലേക്ക് വെച്ചിട്ട് ഉപ്പിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ല ഫൈനായിട്ടൊന്നും വേണ്ട, കുറച്ചൊന്ന് കടിക്കുന്ന രീതിയിൽ വെന്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ പപ്പായൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തുടഞ്ഞു പോയാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് കടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് വേവിച്ചെടുത്താലും മതിയാവും. അപ്പോൾ പപ്പായൊക്കെ നമുക്കിവിടെ വെന്ത് വരുമ്പോഴത്തേക്കും ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്കൊരു 10-15 കൊച്ചുള്ളി ചേർത്ത് കൊടുക്കണം. കൊച്ചുള്ളി ചെറുതായത് കാരണം ഞാൻ അരിഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല, മുഴുവനത്തെ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ മൂത്ത് വരുന്ന ആ ഒരു സ്മെല്ല് സൂപ്പറായിട്ട് വരുന്നുണ്ട്. അതിലേക്ക് നമുക്കൊരു ഇച്ചിരി ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം, ഉള്ളി ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ പപ്പായ വെന്ത് നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വേറെ ഒരു പൊടികൾ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഞാൻ മുളക് പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച പപ്പായ ഇട്ട് കൊടുക്കാം. പപ്പായക്ക് ഞങ്ങളുടെ നാട്ടിൽ പപ്പരക്ക, പപ്പായ, കപ്ലങ്ങ എന്നൊക്കെ പറയും. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ വിജയം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ, അസ്സലാമു അലൈക്കും.